എല്ലാവർക്കും നമസ്കാരം. പുതിയ ഗവൺമെൻറ്റിനോടും പുതിയ ആഭ്യന്തരമന്ത്രിയോടും പരിഷ്കൃത സമൂഹമായ കേരളം എന്ന രീതിയിൽ, അതിലെ ഒരംഗം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയെങ്കിലും മുന്നിലോട്ട് പോലീസിനെ സ്വതന്ത്രമായി നിയമത്തിൻ്റെ വഴിക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കണം. കഴിഞ്ഞ 10 വർഷമായിട്ട് പോലീസ് മിക്കപ്പോഴും നിഷ്ക്രിയമായിരുന്നത് കേരള ജനത വളരെ രോഷത്തോടെ കണ്ടതാണ്. പൊതുജനത്തെ ഏറ്റവും വെറുപ്പിച്ച കലാപരിപാടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജനങ്ങളുടെ സന്താന സ്വാതന്ത്ര്യത്തെ തടഞ്ഞുകൊണ്ടും ഭംഗപ്പെടുത്തിക്കൊണ്ടുമുള്ള രാജകീയ എഴുന്നള്ളത്തുകളായിരുന്നു. ഏതൊക്കെയാലും പുതിയ മുഖ്യമന്ത്രി അങ്ങനെ ഒരു മാതൃകയില്ല. പൈലറ്റും എസ്കോർട്ടും ഉൾപ്പെടെ അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ 3 വാഹനങ്ങളുടെ അകമ്പടിയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ 3 വാഹനങ്ങളെ അദ്ദേഹത്തിൻ്റെ വ്യൂഹത്തിലുണ്ടാവൂ എന്ന് കേൾക്കുന്നു. വളരെ നല്ലത്, അഭിനന്ദനാർഹമാണ്. പിന്നെ മന്ത്രിമാരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ഭരണകാലത്ത് ഈ പോലീസിൻ്റെ ഒരു സ്വജനപക്ഷപാതവും പലപ്പോഴും മലയാളികളിൽ വലിയ ആത്മരോഷം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. എല്ലാ മലയാളികളും പ്രത്യേകമായി ഓർത്തിരുന്ന ഒരു കാര്യമാണ് ഹെൽമറ്റും ചെടിച്ചട്ടിയും വെച്ചുള്ള ആക്രമണങ്ങൾ. പിന്നീട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങിയിട്ട് യുവാക്കളെ അടിക്കുന്ന അടി ശരിക്കും ഇന്നും ഓരോ മലയാളികളുടെയും ഓർമ്മയിൽ അത് കൃത്യമായിട്ട് കിടപ്പുണ്ട്. ഒരാവശ്യമുള്ള കേസല്ല, കാരണം ഗൺമാൻ്റെ ഡ്യൂട്ടിപ്പെട്ടതൊന്നും അല്ലാതൊന്നും. എന്നിട്ട് പിന്നെ അതിനെയുള്ള ന്യായീകരണം, അത് രക്ഷാപ്രവർത്തനമാണെന്നുള്ളതൊക്കെ ജനം എത്ര വാശിയോടെ ഓർത്തിരുന്നെന്നുള്ളതിൻ്റെ തെളിവാണ് ആലപ്പുഴയിൽ ആ അടി കൊണ്ട AD തോമസ് ജയിച്ച MLA ആയത്. പുതിയ ആഭ്യന്തരമന്ത്രിയോട് പറയട്ടെ, ഈ അടിച്ച ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും സംരക്ഷിക്കരുത്. ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ ഗൺമാനായിട്ട് നിന്ന് ഈ പെരുമാറിയ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഗൺമാനായിട്ട് സംരക്ഷിക്കാനുള്ള പദ്ധതിയിലേക്ക് പോകുന്നു എന്നാണ് പല വാർത്താമാധ്യമങ്ങളും പറയുന്നത്. അങ്ങനെ ആവരുത് എന്ന് പുതിയ ആഭ്യന്തരമന്ത്രിയോട് പറയട്ടെ. അത് നിയമപരമായി ശിക്ഷിക്കാനുള്ളത്, നടപടി എടുക്കാനുള്ളത് എടുക്കണം. നിയമത്തിൻ്റെ വഴിക്ക് പോകാൻ അനുവദിച്ചാൽ മാത്രം മതി, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നോളും. സ്വജനപക്ഷപാതവും ഒന്നും ചെയ്യാതെ ഇതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടാച്ചാൽ മതി. അതുപോലെ കേരളത്തിലെ ജയിലുകളിലും നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ വിവാദം സൃഷ്ടിച്ച കേസുകൾ, കോളുകളൊക്കെ സൃഷ്ടിച്ച കേസുകളിലൊക്കെ പ്രതികൾക്ക് നൽകുന്ന അനാവശ്യ പരോളുകളും അനാവശ്യ ആനുകൂല്യങ്ങളും ഒന്നും ഇനി മുന്നിലോട്ട് നടക്കരുത്. അത് മാതൃകയായിട്ട് തന്നെ നടക്കണം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം കാണിച്ച ആ സ്വജനപക്ഷപാതത്തിൻ്റെ രീതിയിൽ ഒന്നും നടക്കാതെ നിയമപരമായിട്ട് നടക്കണം. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ 3 പേരിൽ ഏറ്റവും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരാളിനെ മുഖ്യമന്ത്രിയാക്കിക്കാൻ ഡൽഹി ഹൈക്കമാൻഡിനെ കൊണ്ട് പോലും തീരുമാനം എടുപ്പിക്കാനുള്ള രീതിയിൽ നീങ്ങാൻ സോഷ്യൽ മീഡിയയ്ക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ മുന്നോട്ട് എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ജനങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് ശക്തിയുള്ളതുകൊണ്ട് വിവരങ്ങൾ എത്രത്തോളം മൂടി വെച്ചാലും അത് ജനങ്ങൾ അറിയും. ഇന്നത്തെ വിദേശ വിദ്യാഭ്യാസം, അതുപോലെ ജോലി, പത്രമാധ്യമങ്ങൾ, ഇൻ്റർനെറ്റ് എന്നിവയിൽ നിന്നൊക്കെ കിട്ടുന്ന യഥാർത്ഥ അറിവുകൾ കൊണ്ട് ന്യൂ ജനറേഷന്, പുതിയ തലമുറയ്ക്ക് ലോകത്തെന്താ നടക്കുന്നതെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കാട്ടിക്കൂട്ടിക്കുന്ന കൊള്ളരുതായികൾ ചെറുപ്പക്കാർക്ക് യഥാർത്ഥത്തിൽ അറിയാവുന്നുള്ളതാണ് ഇനി മുന്നിലോട്ട് കൃത്യമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം ലോകം മുഴുവൻ എന്ത് നടക്കുന്നെന്ന് അവർക്കറിയാം. വിദേശത്തൊക്കെ പോയി പഠിച്ചവർക്കും ജോലി ചെയ്തവർക്കും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അവിടുത്തെ പോലീസിൻ്റെ അവസ്ഥ എന്താണെന്നറിയാം. അവിടെ പോലീസ് സ്വതന്ത്രമാണ്. ഭരിക്കുന്നവൻ എത്ര ഉന്നതനാണെങ്കിലും അവരെ പോലീസ് സംരക്ഷിക്കുകയല്ലെന്ന് അവർക്കറിയാം. നമ്മൾ പ്രത്യേകമായ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലും രാഷ്ട്രീയത്തിൽ ഒരു തലമുറ മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. ഒരു 60 വയസ്സിന് മുകളിലുള്ളവർ എല്ലാം വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ട് പുതിയ പ്രായത്തിലുള്ള പുതിയ തലമുറയിലുള്ള ആളുകൾ കയറി വരുന്ന ഒരു കാലഘട്ടമാണ്. എന്നാലോചിച്ച് നോക്കിയാൽ, പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ ഒരു കാർന്നോർക്ക് പറയായിരുന്നു, എൻ്റെ വീട്ടിൽ ഇത്ര അംഗങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ഓട്ടമുണ്ടെന്നും. പക്ഷേ ഇപ്പോൾ അത് പറയാൻ പറ്റിയല്ല. ഞങ്ങളുടെ വീട്ടിൽ ഇത്ര ഓട്ടമുണ്ടെന്നും ഒന്നും ഒരു കാരണവന്മാർക്ക് ഞങ്ങൾക്ക് അങ്ങ് ചെയ്തേക്കാവുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റിയല്ല, ചുമ്മാ പറയാവുന്നേ ഉള്ളൂ. അങ്ങനെ പറയുന്ന മുഷ്കു പിടിച്ച കാരണവന്മാരുണ്ടെങ്കിൽ അവർ അപ്പനും അമ്മയും മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ. മക്കൾ ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ കാണുകയില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ
പുതിയ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ഈ 50 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുതിയ ടെക്നോളജികൾ, അതിൻ്റെ അനന്ത സാധ്യതകളെല്ലാം അറിയാം. ലോകം മുഴുവൻ എന്ത് നടക്കുന്നെന്നും അവർക്കറിയാം, അതിൻ്റെ ഗുണങ്ങളും അറിയാം, അതിൻ്റെ ദൂഷ്യങ്ങളും അറിയാം. അതുകൊണ്ട് ഏത് ജോലിക്കും ഒരു വിരമിക്കൽ പ്രായം ഉള്ളതുപോലെ രാഷ്ട്രീയത്തിലും ഒരു പുതിയ സംവിധാനത്തിലേക്ക് ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും കൊണ്ടുവന്നിട്ട് പിന്മാറിയാൽ പുതിയ തലമുറയ്ക്ക് അത് മാതൃകയാകും. ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പ്രതിപക്ഷ നേതാവിൻ്റെ വയസ്സ് 82. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും 82 വയസ്സുള്ള ഒരാളുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തിണ്ണയിലെ മൂലയിൽ ഒരു കസേരയിൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുക, കൊച്ചുമക്കളുടെ മക്കളെ കളിപ്പിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം വല്ല പ്രാർത്ഥനയും ചൊല്ലി വല്ല കഞ്ഞിയും പയറും വല്ല ദഹിക്കുന്ന ഭക്ഷണവും കഴിച്ച് അവിടെ എങ്ങാനും ഇരിക്കുക എന്നുള്ളതല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. എന്തുകൊണ്ടാണ് ഈ 82 വയസ്സുണ്ടായിട്ടും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് പോയിരിക്കുന്നത്? മരുമോനുണ്ട്, വേറെ ആർക്കും കൊടുക്കാൻ കഴിയാലേ, മരുമോനേലും കൊടുക്കട്ടെ, അതുപോലും കൊടുക്കുകയില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൊതുജനത്തിൻ്റെ നികുതി പണം എടുത്ത് തിന്നതിൻ്റെ സുഖം അങ്ങോട്ട് പഠിച്ചതുകൊണ്ട് ഒരു കാരണവശാലും മാറാതിരിക്കുക. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ബാക്കി പത്രമായിട്ട് വന്നു പെടുന്നത് ഒരു നല്ല സന്ദേശമേ അല്ല. അതുകൊണ്ട് കേരള പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം പുതിയ ആഭ്യന്തരമന്ത്രിയും പുതിയ മന്ത്രിസഭയും കൊടുത്താൽ, നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ, മുമ്പോട്ട് പോലീസിനെ നിയമത്തിൻ്റെ വഴിക്ക് വിടാൻ അനുവദിച്ചാൽ, ഈ കേരള പോലീസിൽ ധാരാളം സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ നീക്കങ്ങൾക്ക് തടസ്സം രാഷ്ട്രീയക്കാരുണ്ടാക്കുന്നില്ലെങ്കിൽ, എനിക്ക് പ്രത്യേകിച്ച് UDF ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ആവശ്യത്തിന് കാര്യങ്ങൾ മുന്നേ ഉള്ളവർ വേണ്ടാത്തതൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. പോലീസിന് അങ്ങോട്ട് സ്വാതന്ത്ര്യം കൊടുക്കാമെങ്കിൽ, നിങ്ങൾ അവരുടെ നടപടികൾക്കകത്ത് തടസ്സം ഉണ്ടാക്കാതിരിക്കാമെങ്കിൽ കൃത്യമായിട്ട് പോലീസ് നടപടികളെടുത്തോളും. അവരെ പോയി വിലങ്ങാതിരുന്നാൽ മാത്രം മതി. പോലീസിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് വിട്ടാൽ മതി. ഇനി നിയമം വിട്ട് ഇവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നുണ്ടോ എന്നത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കഴിവുള്ള സേന അത് നല്ല രീതിയിൽ കൊണ്ടുവരും. ഈ തലമുറ മാറ്റത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ, അത് രാഷ്ട്രീയത്തിലാണേലും കുടുംബങ്ങളിലാണേലും ലോകം മുഴുവനാണേലും, ഒരു പുതിയ തലമുറ, ഒരു ന്യൂ ജനറേഷൻ സംവിധാനങ്ങളിലേക്ക് മാറുന്ന ഈ കാലഘട്ടത്തിൽ പോലീസ് സേനയെ സ്വതന്ത്രമാക്കി വിടണം എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ഭരണകാലത്ത് കാണിച്ചതിൻ്റെ പ്രതികാരം ചെയ്യാനോ, ഇനി ഈ പ്രാവശ്യം ഞങ്ങളുടെ ഭാഗത്തുള്ളവർക്ക് ഞങ്ങളുടെ ഭാഗത്ത് ഇവരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് ചെയ്യാവുന്ന ഒന്നും ചിന്തിക്കരുത്. അതിനെ നിയമത്തിൻ്റെ വഴിക്ക് വിട്ടേക്കുക. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്നത്, പോകുന്നവരും കാണുന്നവരും അനുഭവിച്ചവരും ഒക്കെ പറയുന്നത്, പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസാണ്, അതിന് നിയമത്തിൻ്റെ വശത്തിനകത്ത് അത് എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും അതിനകത്ത് വിട്ടുവീഴ്ചയുടെ വിഷയങ്ങളില്ല, അവർ നിയമപരമായി കാര്യങ്ങൾ നടത്തും എന്നൊരുറപ്പ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് സാങ്കേതിക വിദ്യകളിൽ നിന്നും വിദേശ വിദ്യാഭ്യാസത്തിൽ നിന്നും വിദേശ അറിവുകളിൽ നിന്നും ലഭിച്ചതുകൊണ്ട് അതുപോലെ തന്നെ ഒരു സാഹചര്യത്തിലേക്ക് സേനയെ മാറ്റണമെന്നും സേനയുടെ മനോവീര്യം തകർക്കരുതെന്നും അവർ യോഗ്യമായിട്ട് ജോലി ചെയ്യട്ടെന്നും അതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കണമെന്നും പുതിയ ഗവൺമെൻറ്റിനോടും ആഭ്യന്തരമന്ത്രിയോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.